തെമ്മാടി. രചന ലില്ലി. അതെ, ദേവൻ തെമ്മാടിയാ, കുടിയനാ, അലമ്പുണ്ടാക്കി നടക്കുന്നവനാ. അതിനമ്മയ്ക്കെന്താ? ദേഷ്യം കൊണ്ട് ഉമ്മറത്തിരുന്ന ഓട്ടുമുന്ത തൊഴിച്ചു മുറ്റത്തേക്ക് കളഞ്ഞുകൊണ്ട് ചവിട്ടിത്തുള്ളി ഇറങ്ങിപ്പോകുകയാണ് ദേവനാരായണൻ. മകന്റെ പോക്കും നോക്കി കണ്ണീരടക്കാൻ പാടുപെട്ടുകൊണ്ട് തൂണിൽ പിടിച്ച് വേപുതത്തോടെ നോക്കി നിൽക്കുകയാണ് ഭാനുമതി. പിന്നിൽ ഒരു മുരടനക്കം പോലെ. നോക്കിയപ്പോൾ ഭർത്താവാണ്. അതെങ്ങനാ? എല്ലായിടത്തും കാണും ഇങ്ങനെ തലതിരിഞ്ഞ ഒരുവൻ എന്ന് കരുതി പെറ്റുതള്ളയ്ക്ക് മാറ്റി നിർത്താൻ പറ്റുമോ കൃഷ്ണേട്ട? പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ? ഇവൻ ഇങ്ങനെ തുടങ്ങിയ പിന്നെ എന്താ ചെയ്യുക? ഇടറിയ ശബ്ദത്തിൽ ഭാനു തിരിഞ്ഞു വന്ന് ഭർത്താവിനെ നോക്കി. മറുപടിയൊന്നും പറയാതെ അയാളും മകൻ പോയത് നോക്കി നിന്നു. ദേവേട്ടാ, ഒന്ന് നിന്നേ, ഇതെന്തൊരു പൊക്കാ! ഹാ, ഒന്ന് നിന്നേ മനുഷ്യ. പാടവരമ്പത്തൂടെ വേഗത്തിൽ നടന്നു പോകുന്ന ദേവന്റെ പിന്നാലെ ഓടി വരികയാണ് ഉണ്ണിമായ, അവൻ്റെ ഇളയ പെങ്ങൾ. ഒപ്പം അമ്മാവൻ്റെ മകൾ ഗൗരിയുമുണ്ട്. ഒപ്പം എത്തിയ ശേഷം അവൻ്റെ വലങ്കയിൽ പിടിച്ചു നിർത്തി ആ മുഖത്തേക്ക് ഗൗരവത്തിൽ നോക്കുവാണ് ഉണ്ണിമായ. എന്താടി? അവൻ പെങ്ങളെയും അതുപോലെ നോക്കി. എന്തിനാ അമ്മോട് വഴക്കുണ്ടാക്കി പോന്നത്? പാവം, ഒരുപാട് സങ്കടമായിട്ടോ. ആയെങ്കിൽ കണക്കായിപ്പോയി. നീ അമ്മയ്ക്ക് വേണ്ടി വക്കാലത്തുമായിട്ട് വന്നതാണോ? ഓ, ഇപ്പം അങ്ങനെയോ കാര്യങ്ങൾ? എന്നാ കേട്ടോ, എൻ്റെ അമ്മയുടെ കരച്ചിൽ കണ്ട് ചങ്ക് പൊട്ടിപ്പോയി, അതുകൊണ്ട് വന്നതാ. പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പൊയ്ക്കോളൂ. അങ്ങനെ പോകാനല്ല, ഏട്ടൻ മര്യാദയ്ക്ക് വീട്ടിലേക്ക് വന്നേ, എന്നിട്ട് അമ്മയോട് സോറി പറയൂ. മനസ്സില്ല, നീ പോകാൻ നോക്കടി. അവൻ വീണ്ടും തിരിഞ്ഞു പോകാൻ തുടങ്ങി. ദേവേട്ട പ്ലീസ് ഒന്ന് വന്നേ. അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഉണ്ണി, വിട്ടിട്ട് പോയേ നീ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും കേട്ടോ. ഇതെന്തൊരു സ്വഭാവമാണ്, കഷ്ടമുണ്ട് കേട്ടോ. ആ, ഇത്തിരി കഷ്ടം ഇരിക്കട്ടെ. ദേവൻ കൊള്ളരുതാത്തവനല്ലേ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവൻ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ഉണ്ണിമായുടെ പിന്നിലായി നിന്നവളെ ഒരിക്കൽ പോലും ഒന്ന് നോക്കിയതേയില്ല. ഈ ദേവേട്ടൻ മാത്രം എന്താ ഇങ്ങനെ? പാവം അമ്മ ഇരുന്ന് കരയാടി. എനിക്കാണെങ്കിൽ അമ്മയുടെ സങ്കടം കണ്ടിട്ട് വയ്യ, അതാണ് ഓടിപ്പാഞ്ഞു വന്നത്. ഓ, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ, പോട്ടെ, വിട്ടുകളാം. ഗൗരി ഉണ്ണിമായെ സമാധാനിപ്പിച്ചുകൊണ്ട് കൂടെയുണ്ട്. ഒരു ചെറിയ ചെമ്മൺപാത കഴിഞ്ഞ് വഴി രണ്ടായി തിരിയുന്ന ഒരു സ്ഥലത്തെത്തിയതും ഗൗരി ഒന്ന് എത്തി നോക്കി. ഇല്ലടി, അവിടെ ഒന്നുമില്ല, പോയി കാണും. അവളുടെ നോട്ടം കണ്ടതും ഉണ്ണിമായ പെട്ടെന്ന് പറഞ്ഞു. ഒരു ചെറിയ തുരുത്തു പോലെയുള്ള ഭാഗമാണ്, അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിലാണ് പകലൊക്കെ ദേവന്റെ സേവ. ഇടയ്ക്ക് ഒരു തവണ ഉണ്ണിമായോടൊപ്പം പോയപ്പോൾ ഗൗരിയെ കുറേയേറെ വഴക്ക് പറഞ്ഞതാണ് ദേവൻ. അതോടെ അവൾക്ക് പേടിയാണ്, പിന്നീട് അങ്ങോട്ട് പോയിട്ടുമില്ല. ഇതുപോലെ ഒന്ന് എത്തി നോക്കിയിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോകും. അന്നും അങ്ങനെ തന്നെ ആവർത്തിച്ചു. ഉണ്ണി, വാടിയൊന്ന് കയറിയിട്ട് പോകാം. അമ്മ ഇന്നലെ കൂടി പറഞ്ഞോളൂ നിന്നെ കണ്ടില്ലല്ലോ എന്ന്. വൈകുന്നേരം വരാം, കാവിലേക്ക് പോകണ്ടേ, അപ്പോൾ വന്നേക്കാം. നീ അമ്മയോട് പറഞ്ഞേക്ക്. എങ്കിൽ ശരി, 5 മണിയാകുമ്പോൾ ഞാൻ റെഡിയായി നിൽക്കാം. ഗൗരി അവളുടെ വീട്ടിലേക്ക് വേഗത്തിൽ നടന്നു. ഇരുവശങ്ങളിലും കവുങ്ങുകളാണ്. അടയ്ക്ക പൊട്ടിക്കാൻ നേരം കഴിഞ്ഞു. ദാമുനി വഴിക്കൊന്നും കാണാൻ പോലും കിട്ടണില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യോ? രാജേന്ദ്രൻ തൻ്റെ അരികിലായി നിന്ന ഭാര്യ സുമലതയോട് പറയുന്ന കേട്ട് ഗൗരി അവിടേക്ക് കയറി ചെന്നു. നീ ഇതെങ്ങോട്ട് പോയതാ ഗൗരി? നിന്ന നിൽപ്പിൽ ഓടിയതാണല്ലോ. ഉണ്ണി വിളിച്ചു, അവൾക്കൊരു ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയതാ. അവൾക്ക് ഇങ്ങോട്ട് വന്നാലെന്താ? 4-5 ദിവസമല്ലേ ഈ വഴി വന്നിട്ട്. ഞാൻ വിളിച്ചു, വൈകുന്നേരം കാവിൽ പോകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. എൻ്റെ സെറ്റെടുത്തൊന്നും മുക്കിയിട്ടേക്ക്, ആ കാര്യം മറന്നു. സുമലത മകളോട് പറഞ്ഞതും ഗൗരി പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. അലമാര തുറന്ന് അമ്മയുടെ ഒരു പുളിയിലക്കര സെറ്റും മുണ്ടും എടുത്തു. അലക്കുകല്ലിൻ്റെ അടുത്തേക്ക് പോയി. ഗൗരി, ഇത്തിരി പശ കൂട്ടി മുക്കണേ മോളെ, പഴുന്തുണി പോലെയല്ലേ കിടക്കണത്. അവർ വിളിച്ചു പറയുന്നത് കേട്ട് ഗൗരി മുഖം തിരിച്ചു. ഓ, ആയിക്കോട്ടെ, അവിടെ കിടന്ന് ബഹളം കൂട്ടണ്ട. ഫോൺ നിർത്താണ്ട് ബെല്ലടിക്കുന്ന കേട്ട് നോക്കിയപ്പോൾ ഏട്ടനാണ്. ഹലോ അപ്പോയേട്ടാ. ആ മോളെ, ആരുമില്ലേ അവിടെ? എത്ര നേരമായിട്ട് വിളിക്കുന്നു. എല്ലാവരും തൊടിയിലായിരുന്നു. ഏട്ടൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ?
ഇല്ല, ചെറിയ പനി പോലെ. വല്ലാത്ത തലവേദനയും. അതുകൊണ്ട് ലീവ് എടുത്തു. യോ, അതെന്തു പറ്റി? എന്നിട്ട് ഏട്ടൻ മരുന്ന് വാങ്ങിയോ? ഉം, പോയി. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ ഉള്ളൂ. അച്ഛനും അമ്മയും കൂടി എന്താ പരിപാടി? കുറച്ച് ചേനയും കാച്ചിലും ഒക്കെ നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇട കളിക്കുന്നു. ഉം, അത് കേട്ടതും അപ്പു മോളി. ദുബായിലൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് അപ്പു. നാട്ടിൽ വന്നു പോയിട്ട് 2 വർഷം കഴിഞ്ഞു. ആരാ മോളെ? നീ ആരോടാ സംസാരിക്കുന്നേ? സുമലതയുടെ ശബ്ദം കേട്ട് ഗൗരി തിരിഞ്ഞു. അപ്പുവേട്ടൻ. ഇതെന്താ ഈ നേരത്ത്? ഇവനൊന്ന് പോയില്ലാവോ? പനിയാണ്, ഓഫീസിൽ പോയില്ലാന്ന്. ഗൗരി ഫോൺ കൈമാറുമ്പോൾ അമ്മയോടായി പറഞ്ഞു. പനിയോ? മോനെ, എന്തു പറ്റിയിടാ നിനക്ക്? വെറുതെ പനിയാണോ അതോ? ആവലാതിയോടെ അവർ മകനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പുവിന് കുറേയേറെ നേരം എടുത്ത് അമ്മയൊന്ന് സമാധാനിപ്പിക്കാൻ. അവർക്കാകെ ടെൻഷനായിരുന്നു. ഒന്നാമത് നാടും വീടും വിട്ട് വേറെ രാജ്യത്ത് കിടക്കുന്നതുകൊണ്ട് അവർക്കെന്നും സങ്കടമാണ്. അച്ഛനെവിടെ? അപ്പുറത്തുണ്ട്, കൊടുക്കാം മോനെ. അവർ ഫോണുമായി ഇറങ്ങിപ്പോയി. രാജേട്ടാ, ദേ മോനാണ്, ഒന്നിങ്ങോട്ട് വന്നേ, അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. തന്നെ കണ്ടിട്ടൊന്നും നോക്കിക്കൂടിയില്ല. എന്തൊരു സാധന! ഇങ്ങനുണ്ടോ ഒരു ദേഷ്യം? ഗൗരിയാണെങ്കിൽ തന്നെത്താനെ പെറുപെറുത്തുകൊണ്ട് അവളുടെ മുറിയിലൂടെ നടന്നു. ഒന്ന് നേരെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു വാക്ക് സംസാരിച്ചിട്ട് നാളെ എത്രയായി? PGയുടെ റിസൾട്ട് വന്നേന്ന് 88% മാർക്കുണ്ടെന്ന് പറയാൻ സന്തോഷത്തോടെ ഓടിച്ചെന്നതാ. പറഞ്ഞതും മറുപടിയായി ഒന്നും മൂളി. അതും വല്ലാത്ത കനത്തില്. അത്രമാത്രം. ഒന്ന് അഭിനന്ദിച്ചു പോലുമില്ല. എന്നാ പെങ്ങളോട് എന്തൊക്കെ പ്രകടനായിരുന്നു. 2.5 പവന്റെ കൊലുസ് വാങ്ങിക്കൊടുത്തു. അതും ഇട്ടുകൊണ്ട് ഉണ്ണി ഇറങ്ങി വന്നപ്പോൾ ആളുടെ മുഖത്തെ ചിരി. താടി രോമങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ നുണക്കുഴി. അതൊന്ന് അടുത്ത് കാണാൻ വല്ലാത്ത മോഹം തോന്നിപ്പോയി അവൾക്ക്. വൈകുന്നേരം 5 മണിയാകും മുന്നേ ഉണ്ണിമായ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് ഒരുങ്ങിപ്പോകാനായി ഇറങ്ങി വന്നു. അമ്മേ, ഞാൻ കാവി പോയിട്ട് വരാം. ഗൗരി കാത്തു വെക്കും. നേരം വൈകിയ നീ ദേവനെ കൂടെ വിളിക്കിട്ടോ മോളെ. ഒറ്റയ്ക്ക് വന്നേക്കരുത്. ആ കലിങ്ങിൻ്റെ മോളിൽ സ്ഥിരം സഭ കൂടുന്ന കുറേ പേരുണ്ടല്ലോ. നിലവിളക്ക് അല്പം ഭസ്മം എടുത്തിട്ട് തുടച്ചു മിനുക്കിക്കൊണ്ട് നിൽക്കുവാണ് ഭാനുമതി. ഞാൻ വിളിച്ചോളാം. അച്ഛനെവിടെ? സുമയ്ക്ക് കപ്പെടുത്ത് വെക്കുന്നുണ്ട്, ഇപ്പോൾ വരും. അവൾ മുറ്റത്തേക്കിറങ്ങി ഒരു തുളസിക്കതിർ നുള്ളിയെടുത്ത് മുടിയിലേക്ക് തിരുകി. എന്നിട്ട് പിന്നാമ്പുറത്തേക്ക് ചെന്നു. ഒരു വലിയ കവറിൽ കപ്പകൾ നിറച്ചുകൊണ്ട് കൃഷ്ണൻ മകളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എൻ്റെ അച്ഛ, ഇത്രയും കപ്പ തൂക്കി പിടിച്ചു പോകാൻ എനിക്ക് പാടായിരിക്കും കേട്ടോ. കുറച്ചങ്ങടി ഇട്ടോളൂ. ഒരുപാടൊന്നും ഇല്ല മോളെ. 10-20 മിനിറ്റ് നടന്നാൽ നിനക്ക് അങ്ങെത്തില്ലേ. ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാ? അളിയനും അളിയനും തമ്മിൽ എന്തോ ഒരു സ്നേഹമാണോ? ഇതെന്നും അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു. അവൾ അച്ഛനെ കളിയാക്കി. എന്നിട്ട് കവറും മേടിച്ച് രണ്ടാളോട് യാത്ര പറഞ്ഞ് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയി. റോഡിൻ്റെ ഓരം ചേർന്ന് നടന്നു പോകുമ്പോൾ അമ്മ മുന്നേ പറഞ്ഞ പോലെ കലിങ്ങിൻ്റെ മുകളിൽ കുറേ പയ്യന്മാരുണ്ട്. അവൾക്ക് പേടിയൊന്നും തോന്നിയില്ല. കാരണം ദേവേട്ടൻ അവരുടെയൊക്കെ ഒത്ത നടുക്കിരിപ്പുണ്ട്. അമ്പലത്തേക്കുള്ള യാത്രയാണെന്ന് അവനറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാൻ അവൻ മെനക്കെട്ടുമില്ല. അമ്മയ്യേ, ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് കയറി വരുന്ന ഉണ്ണിമായെ കണ്ട് സുമ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. നിന്നെ ഇപ്പം കാണാൻ കൂടി കിട്ടണില്ല. ഇത്രയ്ക്ക് തിരക്കായി പോയോ പെണ്ണെ നീയ്? അവർ ഉണ്ണിമായുടെ കയ്യിലിരുന്ന് കവർ വാങ്ങിക്കൊണ്ട് അവളോട് പറഞ്ഞു. ഒരു PSC പരീക്ഷ വരുന്നുണ്ടമ്മായി. എങ്ങനെയെങ്കിലും ഒന്ന് കയറിപ്പറ്റിയാൽ കൊള്ളായിരുന്നു. അതുകൊണ്ട് കുത്തിയിരുന്ന് പഠിത്താണേ. അമ്മായിയുടെ മോനെങ്ങ് പൊടിയും തട്ടിപ്പോകും. 10 പൈസ തരണമെങ്കിൽ ഈ ഞാനേ കാണൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലിയൊക്കെ മേടിക്കാന്നുള്ള ഒരു തീരുമാനത്തിലാണ്. നോക്കട്ടെ ഏതുവരെ പോകുന്നു. അപ്പൂട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞത് നിനക്കും അവിടെ എന്തെങ്കിലും ജോലി തരപ്പെടുത്താന്നാ. ഈ നാട്ടിൽ നിൽക്കുന്നതിലും നല്ലത് നിങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് താമസിക്കുന്നതല്ലേ. അടുത്ത വരവിന് കല്യാണം കഴിഞ്ഞ് നിന്നെയും കൂട്ടി പറക്കാൻ അവൻ്റെ തീരുമാനം. ഞാനിവിടെ പോയാൽ നിങ്ങൾക്ക് ആരാ ഉള്ളത്? ഗൗരിയെ കെട്ടിച്ചു വിട്ടാൽ അവൾ അവളുടെ കെട്ടിയവൻ്റെ കൂടെ പൊടിയും തട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ എവിടേക്കും പോണില്ല അമ്മായി. നമുക്കിവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ചങ്ങ് കൂടാം. ഊവേ, ഇതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് എൻ്റെ അമ്മേ. അപ്പോഴേട്ടിന് ഇവളെ കല്യാണം കഴിച്ചാൽ
ഇവളെ പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ കിട്ടില്ല. ഏട്ടനെ കാണാതൊന്നും ഇവള് നിൽക്കില്ലമ്മേ. ഇതൊക്കെ ഇവളുടെ ഡയലോഗല്ലേ? നമുക്കറിയാവുന്ന ആള് തന്നെയല്ലേ ഈ ഉണ്ണിമായ. അവളെ കളിയാക്കിക്കൊണ്ട് ഗൗരി ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. ഒന്ന് പൂടി രാക്ഷസി, ചുമ്മാ കുത്തിത്തിരിപ്പുണ്ടാക്കാതെ. ഇവക്ക് കുശുമ്പാമായി, അതാ ഇങ്ങനെയൊക്കെ പറയണത്. എന്തായാലും കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാട്ടോ. ഉണ്ണിമായ ചുണ്ടു കൂർപ്പിച്ചു പറയുകയാണ്. അപ്പൂട്ടൻ്റെ പനി കുറഞ്ഞാവോ? നിനക്ക് മെസ്സേജ് വല്ലതും അയച്ചിരുന്നോ? അപ്പൂട്ടന് പനിയാണോ? എന്നിട്ട് എന്നോട് പറഞ്ഞല്ലോ അമ്മായി. അത് പറയുമ്പോൾ ഉണ്ണിമായുടെ നെറ്റി ചുളിഞ്ഞു. ആ, ചെറിയ പനി, തലവേദനയുണ്ട്. ഇന്നവൻ ലീവ് എടുത്തു. ഉച്ചയായപ്പോൾ ഇവിടേക്ക് വിളിച്ചു പറഞ്ഞതാ. യോ, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിനക്ക് ടെൻഷനാവോന്ന് കരുതി പറയാണ്ടിരുന്നതാ. വലിയ സംഭവമൊന്നും ഇല്ലെന്നേ, ഒരു ചെറിയ പനി. ഗൗരി അവളെ സമാധാനിപ്പിച്ചു. എടി, നിന്റെ ഫോണും തരുമോ? അപ്പോട്ടിനെ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ എനിക്കിനി സമാധാനം ആകുള്ളൂ. ഉണ്ണിമായ അകത്തേക്ക് നടക്കുന്നതിനിടയിൽ പറഞ്ഞു. ദേ, എൻ്റെ റൂമിലിരിപ്പുണ്ട്, നീ പോയി എടുത്തോ. അവളൊന്നു മൂളി, എന്നിട്ട് ഗൗരിയുടെ റൂമിലേക്ക് പോയി. അമ്മയ്ക്കിത് എന്തിൻ്റെ കേടായിരുന്നു? ഇനി അതു മതി അവൾക്കിരുന്ന് മോങ്ങാന്. ഇവിടെ സ്വഭാവം അറിയുന്നതുകൊണ്ടല്ലേ അപ്പോട്ടും പോലും പറയാതിരുന്നത്? ഗൗരി അവളുടെ അമ്മയെ വഴക്കു പറഞ്ഞു. ശോ, ഞാനത് ഓർത്തില്ല മോളെ. അപ്പൂട്ടനാണെങ്കിൽ ഇവിടേക്ക് വിളിക്കുന്നതിലും കൂടുതൽ അവളെ വിളിച്ച് സംസാരിക്കുന്നതല്ലേ. അതുകൊണ്ട് പറഞ്ഞു കാണുമെന്ന് കരുതി. ആ, ഇനി സാരമില്ല, പോട്ടെ. അമ്മ വേഗം റെഡിയാവ്, അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് എത്തുമ്പോൾ നേരം വൈകും. ഇന്ന് നല്ല തിരക്കായിരിക്കും. കോഴിപ്പാടത്തിനക്കരെയുള്ള പെണ്ണുങ്ങൾ വന്നാലേ അവറ്റകൾ അങ്ങനെ മുമ്പിൽ നിൽക്കും. ഇടം വലം മാറില്ല. ഭഗവതിയെ നേരെ ചൊവ്വയൊന്ന് തൊഴാൻ പോലും പറ്റില്ല. തൻ്റെ കൈവിരലുകൾ കൊണ്ട് മുടിയിലെ ഇഴകൾ വിടർത്തിക്കൊണ്ട് ഗൗരി മുറ്റത്തേക്കിറങ്ങി. ഉണ്ണിമായ ആ സമയത്ത് അകത്തെ മുറിയിലിരുന്ന് അവളുടെ അപ്പുവേട്ടനോട് തൻ്റെ പരിഭവം മുഴുവനും പങ്കുവയ്ക്കുകയായിരുന്നു. അമ്പലത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങി വെളിയിലേക്ക് വന്നപ്പോഴാണ് സുമലതയുടെ അമ്മയുടെ വരവ്. ആരടി ഗൗരി വന്നത്? വണ്ടിയുടെ ശബ്ദം കേട്ട് ഉണ്ണി പുറത്തേക്ക് വന്നു. ആ, കല്യാണിയമ്മയാണല്ലോ. എന്തേ, വഴിതെറ്റി വന്നതാ? ഓട്ടോറിക്ഷ മുറ്റത്ത് വന്ന് നിന്നപ്പോൾ ഗൗരി പതിയെ ഉണ്ണിയോട് പറഞ്ഞു. പോടി മിണ്ടാതെ, അമ്മായി കേൾക്കണ്ടാട്ടോ, നിന്റെ പരിപ്പിളക്കും. ഉണ്ണിമായ അടക്കം പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ആ ഉണ്ണി, കണ്ടിട്ട് കുറേ ആയല്ലോ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? കല്യാണിമ്മ വന്ന് ഉണ്ണിമായുടെ കയ്യിൽ പിടിച്ചു. കാവിൽ പോകാൻ വന്നതാ അമ്മമ്മേ. എൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, ഇനി എന്തേലും ജോലി നോക്കണം. അമ്മമ്മയ്ക്ക് സുഖമല്ലേ? ആ, അങ്ങനെ പോന്നു മോളെ. സുമയുടെ അടുത്ത് വന്നിട്ട് കുറേ നാളായി. ഇവൾക്ക് അങ്ങോട്ട് വരാൻ നേരമില്ലല്ലോ, അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് പോന്നതാ. അമ്മയുടെ കവറുകൾ ഓട്ടോയിൽ നിന്ന് എടുത്തുകൊണ്ട് സുമയും ഉമ്മറത്തേക്ക് കയറി. 100 കൂട്ടം പണിയല്ലേ അമ്മേ? ഒന്ന് നിന്ന് തിരിയാൻ പോലും നേരല്ല, പിന്നെ എങ്ങനെയാ വരുന്നേ? അല്ലെങ്കിലും സ്വന്തം വീട്ടിലേക്ക് വരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നിനക്ക് 100,000 കേസുകെട്ടുകളാണ്. അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ അമ്മമ്മേ, പഴയതിലും സുന്ദരിയായല്ലോ എന്നേ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇത്തിരി എനിക്കൂടെ പറഞ്ഞു തന്നേ, ഞാനും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഗൗരി വന്നിട്ട് അവരുടെ കവളിൽ പിടിച്ചു വലിച്ചു. ഹാ, വീട് പെണ്ണേ, വേദനിക്കുന്നു. ഉണ്ണി നോക്കിയടി, അമ്മമ്മ കാണാൻ സുന്ദരിയല്ലേ. ഈ സൗന്ദര്യമൊന്നും ഈ മകൾക്ക് പോലും കിട്ടിയിട്ടില്ല. ഗൗരിയാണെങ്കിൽ ഉണ്ണിമായി കണ്ണിറക്കി കാണിച്ചു. നേരം പോയി, പിള്ളേരെ അമ്പലത്തിൽ പോയിട്ട് വന്നേ. അവിടെ വരും നടന്ന് ചെല്ലണ്ടേ നിങ്ങൾക്ക്? സുമലത പറഞ്ഞപ്പോൾ രണ്ടാളും കൂടി അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങി. ദേവനെ പതിവായി കാണുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ഗൗരിയുടെ മിഴികൾ നീണ്ടു. കാലടികളുടെ വേഗത അല്പം കുറഞ്ഞു. ആളവിടെ ഉണ്ടോ ആവോ? ഒന്നിറങ്ങി വന്നിരുന്നെങ്കിൽ. ഒരു നോക്ക് കണ്ണിറയെ കാണാൻ വല്ലാത്ത കൊതി. ഡി ഗൗരി, ഞാൻ പറയുന്ന വലുത് നീ കേട്ടോ? ഉണ്ണിമയുടെ ശബ്ദം കേട്ട് ഗൗരി ഞെട്ടി മുഖം തിരിച്ചു. എന്താടി കുന്തം, നീ ഇതേത് ലോകത്താ? ഞാൻ വെറുതെ ഓരോന്ന് ഓർത്തുപോയി. സോറിടാ. എന്തായിരുന്നു കാര്യം? നീ ഒന്നുകൂടെ പറഞ്ഞേ. നിന്നെ വായി നോക്കുന്ന വിശാഖില്ലേ, അവനും അമ്മയും കൂടി ഇപ്പോൾ ബൈക്കിൽ പോയി. മിക്കവാറും അമ്പലത്തിലേക്കാവും. ആ പോട്ടെ,
അതിനെന്താണ്? എനിക്ക് ആ നശൂലത്തെ കാണുന്ന പോലും വെറുപ്പാ. ചെവിക്കുറ്റി തീർത്ത് കൊടുക്കാൻ തോന്നും. കൈ തരിച്ചു വരുക. യോ, അതൊന്നും വേണ്ട മുത്തേ, വിട്ടുപിടി. പാവം, അവന് നിന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ. ഓ, ഒരിഷ്ടക്കാരൻ വന്നിക്കുന്നു. വേറെങ്ങും ഇല്ലേ കൊള്ളാം. എൻ്റെ ഗൗരിക്കുട്ടി സുന്ദരിയായതുകൊണ്ടല്ലേ. ആര് കണ്ടാലും നോക്കി നിന്നു പോകും. എന്താ ഭംഗി. ദേ, ഈ മുടി മാത്രം മതി, ആണുങ്ങൾ പിന്നാലെ വരും. മതി സുഖിപ്പിച്ചത്. അങ്ങോട്ട് നടക്ക പെണ്ണെ നീ. രണ്ടാളും കൂടി പോയപ്പോൾ ആയിരുന്നു ഒരു ഓട്ടോ വന്ന് നിന്നത്. നോക്കിയപ്പോൾ തങ്ങളുടെ കൂടെ പഠിച്ച അരുണ്. ഡി, രണ്ടാളും അമ്പലത്തിലേക്കാണോ? ആണേ, അടിയങ്ങൾ കയറിക്കോട്ടെ. ഉണ്ണിമായി ചിരിച്ചുകൊണ്ട് ഓട്ടോയിൽ കയറി. തൊട്ടു പിറകെ ഗൗരിയും. ഉണ്ണിയുടെ കല്യാണം പിന്നെ അപ്പുവേട്ടനുമായിട്ടാ. പക്ഷെ ഗൗരി, നിന്റെ കാര്യം നടപടി വല്ലതും ആയോടി? അരുൺ ഒരല്പം ചെരിഞ്ഞുകൊണ്ട് പിന്നിലേക്ക് നോക്കി ചോദിച്ചു. ഓ, നിലവിലൊന്നുമില്ലടാ. നിന്റെ അറിവിൽ ഏതെങ്കിലും തുർക്കി രാജകുമാരനുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ, നമുക്ക് സെറ്റാക്കാം. ഉണ്ണിമയാണ് അവന് മറുപടി കൊടുത്തത്. നോക്കട്ടെടി, പറയാം. ഗവൺമെൻറ് ജോബ് വേണോടി നിന്റെ രാജകുമാരന്? എടാ, ഈ ഉണ്ണിക്ക് വേറെ പണിയില്ല. ഞാനിപ്പോൾ കല്യാണം ഒന്നും നോക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു ജോബ് സെറ്റാക്കണം. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി. നീ ഇവള് പറയുന്നത് കേട്ട് തുള്ളാൻ നോക്കല്ലേ ചെക്ക. കൂട്ടുകാരനോട് ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ വഴിയരികിൽ ദേവൻ നിൽക്കുന്നതവർ കണ്ടു. ദേവേട്ടൻ എങ്ങോട്ടാണോ? എടാ, ഒന്ന് സ്ലോ ചെയ്യാമോ? കയറുന്നുണ്ടോയെന്ന് ചോദിക്കാം. ഉണ്ണി പറഞ്ഞപ്പോൾ ഗൗരിയുടെ ഉള്ളിൽ ഒരു തിര വന്ന് ആഞ്ഞടിച്ചു. ദേവനോട് ചേർന്ന് അരുൺ ഓട്ടോ കൊണ്ടുവന്ന് ഒതുക്കി നിർത്തി. ദേവേട്ടാ, ഞങ്ങൾ അമ്പലത്തിലേക്കാ, പോരുന്നുണ്ടോ? ഉണ്ണി ചോദിച്ചതും അവൻ അവളെ ഒന്ന് നോക്കി. ഒന്ന് മൂളിയ ശേഷം ദേവൻ കയറിയതും ഗൗരിക്ക് ശ്വാസതാളം വർദ്ധിച്ചു. അവൾ അല്പം നീങ്ങി ഉണ്ണിയോട് ചേർന്നിരുന്നു. നീ എന്നെ തള്ളി ചാടിക്കോ പെണ്ണെ? ഉണ്ണി കണ്ണുരുട്ടി കാണിച്ചപ്പോൾ ദേവൻ ഗൗരിയുടെ അരികിൽ ഇരുന്ന് കഴിഞ്ഞിരുന്നു. അവൻ്റെ തോളിലേക്ക് തോള് ചേർന്നപ്പോൾ ഗൗരിയുടെ ശരീരം വിറകൊണ്ടു. അത് ദേവനിലേക്കും പടർന്നു. അരുണേ, ഓട്ടോ ഉണ്ടായിരുന്നോടാ? ദേവൻ അല്പം ഉച്ചത്തിൽ ചോദിച്ചു. 2 ദിവസമായിട്ട് കുറവായിരുന്നു ഏട്ടായി. ഇന്നിപ്പോൾ അമ്പലത്തിൽ തിരക്കായോണ്ട് രാത്രിയിൽ കിട്ടും, അരുൺ പറഞ്ഞു. ഇടയ്ക്കൊരു വണ്ടി വന്നപ്പോൾ അരുൺ പെട്ടെന്ന് സൈഡ് കൊടുത്തതും വണ്ടി ഇടത്തേക്ക് ഒന്ന് ചെരിഞ്ഞു. ഗൗരിയാണെങ്കിൽ ദേവൻ്റെ അടുത്തേക്ക് ഇത്തിരി ആഞ്ഞു പോയിരുന്നു. പെട്ടെന്ന് അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവൻ ദേഷ്യത്തെ നോക്കിയതും അവൾ ആ പിടുത്തം വിടുവിച്ചു. ഏട്ടൻ എവിടേക്കാ? ഞങ്ങൾ തൊഴുതിറങ്ങുമ്പോൾ ആലിഞ്ചൊട്ടി നിൽക്കണേ. ഇന്ന് നല്ല തിരക്കാകും, ആദ്യവള്ളിയല്ലേ. ഉണ്ണി അല്പം മുന്നോട്ടാഞ്ഞ് അവനെ നോക്കി പറഞ്ഞു. ഇങ്ങോട്ട് വന്നതുപോലെ തിരിച്ചും പോന്നാൽ മതി. അതിന് പ്രത്യേകിച്ച് കൂട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൻ കടുപ്പത്തി പറഞ്ഞു. ഞാൻ പോട്ടെ, സാരില്ല. അതുപോലെയാണോ ഇവള്? അതിസുന്ദരിയായി ഇവളെ വായി നോക്കാൻ തന്നെ കുറേ പിള്ളേർ സെറ്റ് വരുന്നുണ്ട്. ആരെങ്കിലും പിന്നേലെ വന്നാൽ എനിക്ക് ഓടാനല്ലാതെ ഒന്നും ചെയ്യാനൊക്കില്ല. അതുകൊണ്ട് പറഞ്ഞതാ. ഇവൾക്ക് കാവൽ നിൽക്കുമല്ല എൻ്റെ പണി. അതിനൊക്കെ വേറെ ആളെ നോക്കുണ്ണി. പറ്റുമല്ലെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ. ആരും നിർബന്ധിച്ചതല്ലല്ലോ. ഓ, എൻ്റെ പൊന്നോ, ഞാൻ സുല്ലിട്ടു. ഏട്ടാ, അമ്മയുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ, അതുകൊണ്ടാ. ഏട്ടൻ്റെ ഹെൽപ്പൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് ഇത്രയ്ക്ക് ദേഷ്യം വേണോ? ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, നീ ഒന്നും മിണ്ടാതിരിക്കുണ്ണി. അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചാൽ വന്നോളും. വെറുതെ നീ എന്തിനാ വഴക്കിടുന്നത്? ഗൗരി പിറുപിറുത്തു. അപ്പോഴേക്കും അവർ അമ്പലത്തിൽ എത്തിച്ചേർന്നു. ഏട്ടാ, 7:30 പൂജ കഴിയും. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിക്കോളാം, അവിടെ കണ്ടേക്കണേ. നടന്നു പോകുന്ന ദേവനെ നോക്കി ഉണ്ണി ഉറക്കെ പറഞ്ഞു. ഡാ അരുണേ, എന്നാൽ പിന്നെ ഞങ്ങൾ പോവാട്ടോ. ഏട്ടൻ വന്നില്ലെങ്കിൽ നിന്നെ വിളിക്കാം. ഓക്കേടി. അരുൺ അവരെ നോക്കി കൈവീശി കാണിച്ചുകൊണ്ട് ഓട്ടോ ഓടിച്ചു പോയി. എന്തൊരു ചൂടന! ഓ, ഇങ്ങനുണ്ടോ ആണുങ്ങൾ? എൻ്റെ ഏട്ടനെയൊക്കെ സ്തുതിക്കണം. നിന്റെ യോഗം, അല്ലാണ്ടെന്തു പറയാനാ പെണ്ണെ? ഗൗരി ഉണ്ണിമായോട് പറഞ്ഞു. പാവാടി, ഒരുപാട് സ്നേഹമൊക്കെ ഉള്ളിലുണ്ട്. അങ്ങനെ പ്രകടിപ്പിക്കില്ല, അത്ര തന്നെ. ഓ, പ്രകടിപ്പിക്കാത്ത സ്നേഹം പിശുക്കൻ്റെ നാണ്യശേഖരം പോലെയാണ്, ക്ലാവ് പിടിച്ചു പോകും. ഓഹോ, നിനക്ക് സാഹിത്യമൊക്കെ വശമുണ്ടോ? എനിക്കല്ല, മാധവിക്കുട്ടിക്ക്. അവർ പറഞ്ഞതടി കൊച്ചേ. ഗൗരി ചിരിച്ചു. ശ്രീകോവിലേക്ക് കയറുമ്പോൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന വൈശാഖനെ.
ഗൗരിക്ക് ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു. നിന്റെ പ്രാണനാഥം വന്ന് നിൽപ്പുണ്ട്. ഒന്ന് നോക്കിയൊരു പ്രണയകടാക്ഷം കൈമാറു പെണ്ണേ. ഉണ്ണി മെല്ലെ അവളുടെ കാതിൽ പറഞ്ഞു. മറുപടിയായി ഉണ്ണിമയെ ദഹിപ്പിക്കും മട്ടിൽ ഒരു നോട്ടം നോക്കി അവള്. സർവൈശ്വര്യ പൂജയാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. 4 ദിക്കിൽ നിന്നും ഒരുപാട് ആളുകളൊക്കെ എത്തും. കാര്യസിദ്ധിക്ക് വേണ്ടി എന്താഗ്രഹിച്ചാലും അത് നടന്നിരിക്കും. 11 വെള്ളിയാഴ്ചയാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ 7ാമത്തെയാണ്. പീരീഡാവുമ്പോൾ ആ ആഴ്ച മുടങ്ങും. ഇനി 4 കൂടി എടുത്താൽ തൻ്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി സൂചനയായി ഒരു പച്ചക്കൊടിയെങ്കിലും കാണിച്ചു തരണേന്നാണ് ഗൗരിയുടെ പ്രാർത്ഥന. ദീപാരാധനയ്ക്ക് വേണ്ടി നട തുറന്നപ്പോൾ അഭീഷ്ട വരദായിനിയായ പുതിയ കാവിലമ്മ നിറപുഞ്ചിരിയോടെ തൻ്റെ ഭക്തരുടെ മുൻപിൽ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുകയാണ്. കർപ്പൂരാതി തൊഴുതുകൊണ്ട് ഗൗരി പിന്നിലേക്ക് തിരിഞ്ഞു. അത് വന്നപ്പോൾ വൈശാഖിൻ്റെ അമ്മയുടെ മുൻപിലേക്കാണ്. അവരവളെ നോക്കി പുഞ്ചിരിച്ചു. മോളിന്ന് താമസിച്ചോ? കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തേ ഉള്ളൂ. ലേശം താമസിച്ചു പോയി. ആൻറ്റി തൊഴുതോ? ആ തൊഴുതു മോളെ. ഉണ്ണിമായി വന്നപ്പോൾ ഗൗരി അവളോടൊപ്പം ആനക്കൊട്ടിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അവർക്ക് പരിചയമുള്ള കുറച്ച് കൂട്ടുകാരികളെ കണ്ടു. ഇത്തിരി നേരം അവരോട് സംസാരിച്ചിരുന്നപ്പോൾ പൂജ ആരംഭിക്കാനുള്ള മണി മുഴങ്ങി. എല്ലാവരും ചേർന്ന് അവിടേക്ക് പോയി. തുടരും.